ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായന 84-ാം ദിവസം. അമോറികളെ കീഴടക്കുന്നു. ഇന്നേ ദിവസം നമ്മൾ ജോഷുവയുടെ പുസ്തകം 10-ാം അധ്യായം, ജോഷുവയുടെ പുസ്തകം 11-ാം അധ്യായം, 128-ാം സങ്കീർത്തനം എന്നിവ വായിക്കുന്നു. ജോഷുവയുടെ പുസ്തകത്തിൽ ജോഷുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ യുദ്ധങ്ങളും കീഴടക്കലുകളും നമ്മൾ വായിച്ചു കേൾക്കുന്നു. അധാർമികതയുടെയും പാപത്തിൻ്റെയും തിന്മയുടെയും ആധിക്യത്താൽ ആയിരുന്ന കാനാൻകാരുടെ സമ്പൂർണ്ണ നാശമായിരുന്നു ദൈവനീതിയുടെ വെളിപ്പെടുത്തൽ എന്നും തിന്മയെ വെറുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്നും തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ജോഷുവയുടെ പുസ്തകം 10-ാം അധ്യായം. അമോറികളെ കീഴടക്കുന്നു. ജോഷുവ ആയി പിടിച്ചടക്കി ജെറിക്കോയോടും അതിൻ്റെ രാജാവിനോടും അവൻ ചെയ്തതുപോലെ ആയിയോടും അതിൻ്റെ രാജാവിനോടും ചെയ്ത് അതിനെ ഉന്മൂലനാചാര വിധേയമാക്കിയെന്നും ഗിബെയോൻ നിവാസികൾ ഇസ്രായേൽക്കാരുമായി സമാധാന സന്ധി ചെയ്ത് അവരുടെ ഇടയിൽ ജീവിക്കുന്നുവെന്നും ജെറൂസലേം രാജാവായ അദോനിസദേക്ക് കേൾക്കാനിടയായി. അവർ ഏറെ പരിഭ്രാന്തരായി. കാരണം രാജ്യത്തിൻ്റെ പട്ടണങ്ങളിൽ ഒന്നിനെപ്പോലെ വലിയൊരു പട്ടണമായിരുന്നു ഗിബെയോൻ. അത് ആയിക്കാർ വലുതും അതിൻ്റെ ആളുകളെല്ലാം വീരന്മാരുമായിരുന്നു. ജെറൂസലേം രാജാവായ അദോനിസദേക്ക് ഹെബ്രോൺ രാജാവായ ഹൊഹാമിനും യർമുത്ത് രാജാവായ പിറാമിനും ലാഗിഷ് രാജാവായ ജഫിയായ്ക്കും എംഗ്ലോൻ രാജാവായ ദബീറിനും ഇപ്രകാരം സന്ദേശം അയച്ചു: നിങ്ങൾ എൻ്റെ പക്കൽ കയറി വന്ന് എന്നെ സഹായിക്കുകയും നമുക്ക് ഗിബെയോനെ ആക്രമിക്കാം. കാരണം അത് ജോഷുവയുമായും ഇസ്രായേല്യരുമായും സമാധാന സന്ധി ചെയ്തിരിക്കുന്നു. അങ്ങനെ അമോറികളുടെ 5 രാജാക്കന്മാർ, ജെറൂസലേം രാജാവ്, ഹെബ്രോൺ രാജാവ്, യാർമുത്ത് രാജാവ്, ലാഗിഷ് രാജാവ്, എഗ്ലോൻ രാജാവ് എന്നിവരും അവരുടെ പാളയങ്ങൾ മുഴുവനും സംഘടിച്ചു കയറി ഗിബെയോനെതിരെ പാളയമടിച്ചു. അതിനെതിരെ അവർ യുദ്ധം ചെയ്തു. ഗിബെയോനിലെ ആൾക്കാർ ജോഷുവയുടെ പക്കൽ ഗിൽഗാൽ പാളയത്തിലേക്ക് ഇപ്രകാരം സന്ദേശമയച്ചു: നിന്റെ ദാസന്മാരിൽ നിന്ന് നിന്റെ കൈകൾ പിൻവലിക്കരുതേ. ഞങ്ങളുടെ പക്കലേക്ക് ശീഘ്രം കയറി വന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. എന്തെന്നാൽ മലയിൽ നിവസിക്കുന്ന അമോരികളുടെ രാജാക്കന്മാരെല്ലാവരും ഞങ്ങൾക്കെതിരായി ഒത്തുകൂടിയിരിക്കുന്നു. അപ്പോൾ ജോഷുവ അവനും അവനോടൊപ്പം സകല യോദ്ധാക്കളും സകല വീര പോരാളികളും ഗിൽഗാലിൽ നിന്ന് കയറിച്ചെന്നു. കർത്താവ് ജോഷുവയോട് അരുൾ ചെയ്ത്, അവരെ നീ ഭയപ്പെടേണ്ട. തീർച്ചയായും ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. അവരിലൊരുവനും നിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുകയില്ല. ജോഷുവ ഗിൽഗാലിൽ നിന്ന് രാത്രി മുഴുവൻ കയറി ദ്രുതഗതിയിൽ അവരുടെ പക്കലെത്തി. കർത്താവ് ഇസ്രായേലിൻ്റെ മുമ്പിൽ അവരെ ഭയവിഹ്വലരായി ആക്കി. ഗിബെയോനിൽ അവിടുന്ന് അവരെ കനത്ത പ്രഹരമേൽപ്പിച്ചു. ബേത്ത്ഖോറോൻ കയറ്റം വഴി അവരെ അനുധാവനം ചെയ്യുകയും അസേക്ക വരെയും മക്കോദ വരെയും അവരെ ആക്രമിക്കുകയും ചെയ്തു. ഇസ്രായേൽക്കാരുടെ മുമ്പിൽ നിന്ന് പലായനം ചെയ്ത് അവർ ബേത്ത്ഖോറോൻ ഇറക്കത്തിലായിരിക്കുമ്പോൾ അസേക്ക വരെ കർത്താവ് ആകാശത്തു നിന്ന് അവരുടെ മുമ്പിൽ വലിയ കല്ലുകൾ എറിഞ്ഞു. അവർ അങ്ങനെ മൃതിപ്പെട്ടു. കന്മഴക്കല്ലുകൾ കൊണ്ട് മരിച്ചവർ വാളുകൊണ്ട് ഇസ്രായേല്യർ നിഗ്രഹിച്ചവരേക്കാൾ അധികമായിരുന്നു. കർത്താവ് ഇസ്രായേല്യർക്ക് മുമ്പിൽ
അമോര്യരെ വിട്ടുകൊടുക്കുന്ന ദിവസം ആ സമയത്ത് ജോഷുവ കർത്താവിനോട് സംസാരിച്ച് ഇസ്രായേൽ സമക്ഷം പറഞ്ഞു, ആദിത്യ, നീ ഗിബെയോനിൽ നിശ്ചലനാകൂ, പനിമതി നീ അയ്യലോൻ താഴ്വരയിലും. അപ്പോൾ ആദിത്യൻ നിശ്ചലനായി, പനിമതി നിശ്ചേഷ്ടയുമായി. ജനത നിരാദരം നിർവഹിക്കും വരെ. യാഷാറിൻ്റെ പുസ്തകത്തിൽ അത് ലിഖിതമല്ലേ? അങ്ങനെ അസ്തമിക്കാൻ തിടുക്കം കൂട്ടാതെ ഏതാണ്ട് ഒരു ദിനം മുഴുവൻ ആകാശമധ്യേ സൂര്യൻ നിശ്ചലനായി. കർത്താവ് ഒരു വ്യക്തിയുടെ സ്വരം കേട്ട് പ്രവർത്തിച്ച ആ ദിനം പോലൊന്ന് അതിനു മുമ്പോ പിമ്പോ ഉണ്ടായിട്ടില്ല. അതെ, ഇസ്രായേലിനു വേണ്ടി കർത്താവ് പോരാടി. അനന്തരം ഗിൽഗാൽ പാളയത്തിലേക്ക് ജോഷുവയും അവനോടൊപ്പം എല്ലാ ഇസ്രായേൽക്കാരും തിരികെ പോന്നു. ആ 5 രാജാക്കന്മാരാകട്ടെ പലായനം ചെയ്ത് മക്കോദായിലുള്ള ഗുഹയിൽ സ്വയം ഒളിച്ചു. 5 രാജാക്കന്മാരും മക്കോദായിലെ ഗുഹയിൽ സ്വയം ഒളിച്ചിരിക്കുന്നതായി കണ്ടെത്തപ്പെട്ടിരിക്കുന്നുവെന്ന് ജോഷുവയ്ക്ക് അറിയിപ്പ് കിട്ടി. അപ്പോൾ ജോഷുവ പറഞ്ഞു, ഗുഹാമുഖത്ത് വലിയ കല്ലുകൾ ഉരുട്ടിവെക്കുവിൻ, അവരെ കാക്കുന്നതിന് അതിന്മേൽ ആളുകളെ നിയോഗിക്കുകയും ചെയ്യുവിൻ. നിങ്ങളാകട്ടെ ഇവിടെ നിൽക്കാതെ ശത്രുക്കളുടെ പിന്നാലെ പാഞ്ഞ് പിന്നണികളെ ആക്രമിക്കുവിൻ. തങ്ങളുടെ പട്ടണങ്ങളിൽ പ്രവേശിക്കാൻ അവരെ അനുവദിക്കരുത്. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവരെ സംഹരിക്കുമാറ് ജോഷുവയും ഇസ്രായേല്യരും വളരെ കനത്ത പ്രഹരമേൽപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കും രക്ഷപ്പെട്ട് അതിജീവിച്ചവരിൽ ചിലർ കോട്ടനഗരങ്ങളിൽ ചെന്നെത്തിയിരുന്നു. അനന്തരം ജനമെല്ലാം സുരക്ഷിതരായി മക്കോദായിൽ ജോഷുവയുടെ പക്കൽ പാളയത്തിലേക്ക് തിരിച്ചെത്തി. ആരും ഇസ്രായേല്യരോട് കടുത്തു സംസാരിച്ചില്ല. അപ്പോൾ ജോഷുവ പറഞ്ഞു, ഗുഹാമുഖം തുറന്ന് ആ 5 രാജാക്കന്മാരെ എൻ്റെ അടുക്കിലേക്ക് ഗുഹയിൽ നിന്ന് പുറത്തെത്തിക്കുവിൻ. അവർ അപ്രകാരം ചെയ്തു. അവർ ഗുഹയിൽ നിന്ന് ആ 5 രാജാക്കന്മാരെ ജെറുസലേം രാജാവ്, ഹെബ്രോൺ രാജാവ്, യാർമുത്ത് രാജാവ്, ലാഗീഷ് രാജാവ്, എഗ്ലോൺ രാജാവ് എന്നിവരെ അവൻ്റെ അടുക്കിലേക്ക് പുറത്തെത്തിച്ചു. അവർ ജോഷുവയുടെ അടുക്കിലേക്ക് ആ രാജാക്കന്മാരെ പുറത്തെത്തിച്ചപ്പോൾ ജോഷുവ ഓരോ ഇസ്രായേൽക്കാരനെയും പ്രശംസിച്ചു. അനന്തരം തന്നോടൊപ്പം അണിനിരുന്ന പട്ടാള മേധാവികളോട് അവൻ പറഞ്ഞു, അടുത്തുവന്ന് ഈ രാജാക്കന്മാരുടെ പിടലികൾക്കുമേൽ കാൽ ചവിട്ടുവിൻ. അവർ അടുത്തുവന്ന് അവരുടെ പിടലികൾക്കുമേൽ കാൽ ചവിട്ടി. ജോഷുവ അവരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട, ശക്തരും ധീരരുമായിരിക്കുവിൻ. നിങ്ങൾ യുദ്ധത്തിലേർപ്പെടുന്ന നിങ്ങളുടെ എല്ലാ ശത്രുക്കളോടും തീർച്ചയായും ഇപ്രകാരം തന്നെ കർത്താവ് പ്രവർത്തിക്കും. അനന്തരം ജോഷുവ അവരെ പ്രഹരിച്ചു. അതിനുശേഷം അവരെ കൊന്ന് 5 മരങ്ങളിൽ കെട്ടിത്തൂക്കി. സായാഹ്നം വരെ അവർ മരങ്ങളിൽ തൂക്കപ്പെട്ട നിലയിലായിരുന്നു. സൂര്യാസ്തമന നേരമായപ്പോൾ ജോഷുവ കൽപ്പിക്കുകയും അവർ അവരെ വൃക്ഷങ്ങളിൽ നിന്നിറക്കി അവർ ഒളിസ്ഥലമാക്കിയ ഗുഹയിൽ തള്ളുകയും വലിയ കല്ലുകൾ ഗുഹാമുഖത്ത് വയ്ക്കുകയും ചെയ്തു. അവ ഇന്നുവരെയും അവിടെയുണ്ട്. അന്ന് തന്നെ ജോഷുവ മെക്കേദ പിടിച്ചടക്കി. അതിനെയും അതിൻ്റെ രാജാവിനെയും വാൾത്തലയ്ക്ക് ഇരയാക്കി. അവയെയും അതിലുള്ള ഓരോ വ്യക്തികളെയും അവൻ ഉന്മൂലനാചാര വിധേയമാക്കി. അതിജീവിക്കുന്നവനായി ആരെയും അവശേഷിപ്പിച്ചില്ല. ജെറിക്കോ രാജാവിനോട് ചെയ്തതുപോലെ മക്കേദ രാജാവിനോടും അവർ പ്രവർത്തിച്ചു. മക്കേദായിൽ നിന്ന് ജോഷുവയും അവനോടൊപ്പം എല്ലാ ഇസ്രായേൽക്കാരും ലിബ്നായിലേക്ക് മുന്നേറി ലിബ്നായക്കാരുമായി യുദ്ധത്തിലേർപ്പെട്ടു. അതിനെയും അതിൻ്റെ രാജാവിനെയും കർത്താവ് ഇസ്രായേൽക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അതിനെയും അതിലുള്ള ഓരോ വ്യക്തിയെയും അവൻ വാൾത്തലയ്ക്ക് ഇരയാക്കി. അതിജീവിക്കുന്നവനായി ആരെയും അതിൽ അവശേഷിപ്പിച്ചില്ല. ജെറിക്കോ രാജാവിനോട് ചെയ്തതുപോലെ തന്നെ മെക്കേദ രാജാവിനോടും അവൻ പ്രവർത്തിച്ചു. ജോഷുവയും അവനോടൊപ്പം എല്ലാ ഇസ്രായേൽക്കാരും ലിബ്നായിൽ നിന്ന് ലാഗീഷിലേക്ക് മുന്നേറി അതിനോട് ചേർന്ന് പാളയമടിച്ച് അതിനെതിരെ പോരാടി. ലാഗീഷിനെയും കർത്താവ് ഇസ്രായേൽക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. 2-ാം ദിവസം അത് പിടിച്ചടക്കുകയും അതിനെയും അതിലുള്ള ഓരോ വ്യക്തിയെയും ലിബ്നായോട് അവൻ ചെയ്തതെല്ലാം പോലെ വാൾത്തലയ്ക്ക് ഇരയാക്കുകയും ചെയ്തു. ഗേസറിലെ രാജാവായ ഹോറാം ലാഗീഷിനെ സഹായിക്കാൻ കയറി ചെന്നു. എന്നാൽ അവന് അതിജീവിക്കുന്നവനായി ആരെയും അവശേഷിപ്പിക്കാത്ത വിധം ജോഷുവ അവനെയും അവൻ്റെ ജനത്തെയും പ്രഹരിച്ചു. ജോഷുവയും അവനോടൊപ്പം എല്ലാ ഇസ്രായേൽക്കാരും ലാഗീഷിൽ നിന്ന് എഗ്ലോനിലേക്ക് മുന്നേറി അതിനോട് ചേർന്ന് പാളയമടിച്ച് അതിനോട് പൊരുതി.
ആ ദിവസം അവർ അത് പിടിച്ചടക്കി, വാൾത്തലയ്ക്ക് ഇരയാക്കി. ലാഗീഷിനോട് അവൻ ചെയ്തതെല്ലാം പോലെ അതിലുള്ള ഓരോ വ്യക്തിയെയും അന്ന് തന്നെ ഉന്മൂലനാചാര വിധേയനാക്കുകയും ചെയ്തു. അതിനുശേഷം ജോഷുവ അവനോടൊപ്പം എല്ലാ ഇസ്രായേൽക്കാരും എഗ്ലോനിൽ നിന്ന് ഹെബ്രോണിലേക്ക് കയറി ചെന്ന് അതിനോട് യുദ്ധം ചെയ്തു. അവർ അത് പിടിച്ചടക്കി അതിനെയും അതിൻ്റെ രാജാവിനെയും അതിൻ്റെ എല്ലാ പട്ടണങ്ങളെയും അതിലുള്ള ഓരോ വ്യക്തിയെയും വാൾത്തലയ്ക്ക് ഇരയാക്കി. അതിജീവിക്കുന്നവനായി ആരെയും അവൻ അവശേഷിപ്പിച്ചില്ല. എഗ്ലോനോട് അവൻ ചെയ്തതെല്ലാം പോലെ അതിനെയും അതിലുള്ള ഓരോ വ്യക്തിയെയും അവൻ ഉന്മൂലനാചാര വിധേയമാക്കി. ജോഷുവയും അവനോടൊപ്പം എല്ലാ ഇസ്രായേൽക്കാരും ദബീറിലേക്ക് തിരിഞ്ഞ് അതിനോട് പൊരുതി അതിനെയും അതിലെ രാജാവിനെയും സകല പട്ടണങ്ങളെയും പിടിച്ചടക്കി. അവയെ വാൾത്തലയ്ക്ക് ഇരയാക്കി അതിലുള്ള ഓരോ വ്യക്തിയെയും അവർ ഉന്മൂലനാചാര വിധേയനാക്കി. അതിജീവിക്കുന്നവനായി ആരെയും അവശേഷിപ്പിച്ചില്ല. ഹെബ്രോണിനോട് അവൻ ചെയ്തതുപോലെയും ലിബ്നായോടും അതിൻ്റെ രാജാവിനോടും അവൻ ചെയ്തതുപോലെയും ദബീറായോടും അതിൻ്റെ രാജാവിനോടും അവൻ പ്രവർത്തിച്ചു. അങ്ങനെ മല, ദക്ഷിണഭാഗം, സമതലം, ചരിവുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന നാട് മുഴുവനും അവയുടെ രാജാക്കന്മാരെയും ജോഷുവ കീഴടക്കി. അതിജീവിക്കുന്നവനായി ആരെയും അവശേഷിപ്പിച്ചില്ല. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചിരുന്ന പോലെ സകല ജീവിയെയും അവൻ ഉന്മൂലനാചാര വിധേയമാക്കി. കാദേശ് ബർണയ മുതൽ ഗാസ വരെ അവരെയും ഗിബിയോൻ വരെയുള്ള ഗോഷൻ ദേശം മുഴുവനെയും ജോഷുവ ആക്രമിച്ചു. ഈ രാജാക്കന്മാരെല്ലാവരെയും അവരുടെ ദേശവും ഒറ്റയടിക്ക് ജോഷുവ പിടിച്ചെടുത്തു. എന്തെന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇസ്രായേൽക്കാർക്ക് വേണ്ടി പടപൊരുതി. അതിനുശേഷം ജോഷുവയും കൂടെയുണ്ടായിരുന്ന ഇസ്രായേൽക്കാരെല്ലാവരും ഗിൽഗാൽ പാളയത്തിലേക്ക് മടങ്ങി. ജോഷുവയുടെ പുസ്തകം 11-ാം അധ്യായം. യാബിനും സഖ്യകക്ഷികളും. ഹാസോർ രാജാവായ യാബിൻ അത് കേൾക്കാനിടയായപ്പോൾ സന്ദേശമയച്ചു. മാദോൻ രാജാവായ യോബാബിനും ഷിമ്രോൻ രാജാവിനും അക്ഷാഫ് രാജാവിനും രാജാക്കന്മാരായി വടക്ക് മലയിലും കിന്നരോത്തിന് തെക്കുള്ള മരുഭൂമിയിലും സമതലത്തിലും പടിഞ്ഞാറ് ദോർമേടുകളിലും ഉള്ളവർക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള കാനാൻകാർ, അമോരികൾ, ഹേത്തുകാർ, പെരീസികൾ, മലയിലുള്ള ജബൂസുകാർ, ഹെർമോനിന് താഴെയുള്ള മിസ്പാദേശത്തുള്ള ഹിവികൾ എന്നിവർക്കും. അവരും അവരോടൊപ്പം അവരുടെ പാളയങ്ങൾ മുഴുവനും വൈപുല്യം കൊണ്ട് സമുദ്രതീരത്തെ മണൽത്തരി പോലെയുള്ള വലിയൊരു ജനവും വളരെയധികം അശ്വഗണവും രഥസഞ്ചയവും പുറപ്പെട്ടു. ഈ രാജാക്കന്മാരെല്ലാം സംഘടിച്ച് ഇസ്രായേൽക്കാരോട് പടവെട്ടുന്നതിന് മേറോം ജലാശയത്തിങ്കൽ വെച്ച് ചെന്ന് ഒരുമിച്ച് പാളയമടിച്ചു. കർത്താവ് ജോഷുവയോട് അരുൾ ചെയ്തു, അവരെ പ്രതി നീ ഭയപ്പെടേണ്ട. എന്നാൽ നാളെ ഈ സമയത്ത് ഞാൻ അവരെയെല്ലാം നിഹിതരായി ഇസ്രായേലിൻ്റെ മുമ്പിൽ ഇടും. നീ അവരുടെ കുതിരകളുടെ കുതിഞ്ഞരമ്പ് വെട്ടും, അവരുടെ രഥങ്ങൾ അഗ്നിയിൽ ദഹിപ്പിക്കും. ജോഷുവ തന്നോടുകൂടിയുള്ള സർവ്വസൈന്യവുമായി അവർക്കെതിരെ മേറോം ജലാശയത്തിങ്കൽ പൊടുന്നനെ ചെന്ന് അവരുടെ മേൽ ചാടി വീണു. കർത്താവ് അവരെ ഇസ്രായേൽക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ അവരെ പ്രഹരിക്കുകയും സിദോൻ റബ്ബ വരെയും മിസ്രഫോത്ത് മയും വരെയും കിഴക്കോട്ട് മിസ്പാത്ത് താഴ്വര വരെയും പിന്തുടരുകയും ചെയ്തു. അതിജീവിക്കുന്നവരായി ആരെയും അവശേഷിപ്പിക്കാത്ത വിധം അക്കൂട്ടരെ അവർ ആക്രമിച്ചു. കർത്താവ് തന്നോട് അരുൾ ചെയ്തിരുന്നത് പോലെ ജോഷുവ അവരോട് പ്രവർത്തിച്ചു. അവൻ അവരുടെ കുതിരകളുടെ കുതിഞ്ഞരമ്പ് വെട്ടുകയും അവരുടെ രഥങ്ങൾ അഗ്നിക്കിരയാക്കുകയും ചെയ്തു. ആ സമയം തന്നെ ജോഷുവ തിരിച്ചു ചെന്ന് ഹാസോർ പിടിച്ചടക്കി അതിൻ്റെ രാജാവിനെ വാളിനിരയാക്കുകയും ചെയ്തു. മുമ്പ് ഹാസോർ ആ രാജ്യങ്ങളുടെയെല്ലാം തലവനായിരുന്നല്ലോ. അവർ അതിലുണ്ടായിരുന്ന ഓരോ വ്യക്തിയെയും വാൾത്തലയ്ക്ക് ഇരയാക്കി ഉന്മൂലനാചാര വിധേയനാക്കി. ഒരു ജീവിയും അവശേഷിച്ചില്ല. ഹാസോറിനെ അവൻ അഗ്നിയിൽ ദഹിപ്പിച്ചു. അങ്ങനെ ജോഷുവ ആ രാജകീയ നഗരങ്ങൾ മുഴുവനും അവയുടെ എല്ലാ രാജാക്കന്മാരെയും കീഴടക്കി. കർത്താവിൻ്റെ ദാസനായ മോശ കൽപ്പിച്ചിരുന്നത് പോലെ അവൻ അവരെ വാൾത്തലയ്ക്ക് ഇരയാക്കി ഉന്മൂലനാചാരന വിധേയമാക്കി. എന്നാൽ ജോഷുവ ദഹിപ്പിച്ച ഹാസോർ ഒഴികെ പട്ടണങ്ങളുടെ നാശകൂമ്പാരത്തിന്മേൽ നിന്നിരുന്നവയൊന്നും ഇസ്രായേൽക്കാർ കത്തിച്ചില്ല.
ഈ പട്ടണം എല്ലാ കൊള്ള മുതലും കന്നുകാലിക്കൂട്ടവും ഇസ്രായേല്യർ തങ്ങൾക്കായി അപഹരിച്ചു. മനുഷ്യഗണത്തെ മാത്രം മുഴുവനായി ഉന്മൂലനം ചെയ്യുവോളം അവരെ അവർ വാൾത്തില്ലയ്ക്ക് ഇരയാക്കി. ഒരു ജീവനെയും അവർ അവശേഷിപ്പിച്ചില്ല. കർത്താവ് തൻ്റെ ദാസനായ മോശയെ എപ്രകാരം അനുശാസിച്ചിരുന്നുവോ അപ്രകാരം തന്നെ മോശ ജോഷുവയെയും അനുശാസിച്ചിരുന്നു. കർത്താവ് മോശയെ അനുശാസിച്ച കാര്യത്തിൽ തെല്ലും കുറവ് വരുത്താതെ ജോഷുവ അപ്രകാരം തന്നെ പ്രവർത്തിച്ചു. ജോഷുവ പിടിച്ചെടുത്തത് ഈ നാട് മുഴുവനുമായിരുന്നു. മലയും ദക്ഷിണഭാഗം മുഴുവനും, ഗോഷൻ ദേശമൊക്കെയും, സമതലവും മരുഭൂമിയും, ഇസ്രായേൽ മലമ്പ്രദേശവും അതിൻ്റെ സമതലവും, സെയിർ കയറ്റമുള്ള ഹാലാക്ക് മല മുതൽ ഹെർമോൺ മലയ്ക്ക് താഴെ ലബനോൻ താഴ്വരയിലെ ബാൽഗാദ് വരെയും. അവൻ അവരുടെ രാജാക്കന്മാരെല്ലാം പിടികൂടുകയും പ്രഹരിച്ച് വധിക്കുകയും ചെയ്തു. ജോഷുവ ഈ രാജാക്കന്മാരോടെല്ലാം ഏറെ നാളുകൾ യുദ്ധം ചെയ്തു. ഗിബിയോൻ നിവാസികളായ ഹിവികൾ ഒഴികെ ഇസ്രായേല്യരുമായി സമാധാന സന്ധിയിലുണ്ടാക്കിയ മറ്റൊരു പട്ടണവും ഉണ്ടായിരുന്നില്ല. യുദ്ധം വഴിയാണ് അവർ എല്ലാം പിടിച്ചെടുത്തത്. എന്തുകൊണ്ടെന്നാൽ ഇസ്രായേലുമായി യുദ്ധമുണ്ടാക്കാൻ അവരുടെ ഹൃദയം കഠിനമാകുന്നതിന് കർത്താവ് ഇടയാക്കിയിരുന്നു. ഇത് അവരോട് കരുണ കാണിക്കാതെ അവരെ ഉന്മൂലനാചാര വിധേയമാക്കേണ്ടതിനും കർത്താവ് മോശയെ അനുശാസിച്ചിരുന്നത് പോലെ അവരെ നിശ്ചയമായി നശിപ്പിക്കേണ്ടതിനുമായിരുന്നു. അക്കാലത്ത് ജോഷുവ ചെന്ന് മലയിൽ നിന്ന്, അതായത് ഹെബ്രോൺ, ദബീർ, അനാബ് എന്നിവയിൽ നിന്നും, യൂദാ മല മുഴുവനിൽ നിന്നും, ഇസ്രായേൽ മലയൊക്കെയിൽ നിന്നും അനാക്കുകളെ ഇല്ലായ്മ ചെയ്തു. ജോഷുവ അവരെ അവരുടെ പട്ടണങ്ങളോടുകൂടെ ഉന്മൂലനാചാര വിധേയമാക്കി. ഇസ്രായേലിലെ ദേശത്ത് അനാക്കുകളാരും ശേഷിച്ചില്ല. ഗാസായിലും ഗത്തിലും അഷ്ദോദിലും മാത്രം അവർ അവശേഷിച്ചു. കർത്താവ് മോശയോട് നിർദ്ദേശിച്ചതെല്ലാം അനുസരിച്ച് ജോഷുവ ആ ദേശം മുഴുവനും പിടിച്ചെടുത്തു. ഇസ്രായേൽക്കാരുടെ വിഭാഗങ്ങളനുസരിച്ച് അവരുടെ ഗോത്രങ്ങൾക്ക് ജോഷുവ അത് അവകാശമായി നൽകി. അങ്ങനെ ആ നാട് യുദ്ധത്തിൽ നിന്ന് സ്വസ്ഥത നേടി. 128 സങ്കീർത്തനം. കുടുംബത്തിന് അനുഗ്രഹം. ആരോഹണഗീതം. കർത്താവിനെ ഭയപ്പെട്ട് അവിടുത്തെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിൻ്റെ കരവേലയുടെ ഫലം നീ തീർച്ചയായും ഭക്ഷിക്കും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മയുണ്ടാകട്ടെ. നിൻ്റെ ഭാര്യ വീട്ടിനകത്ത് ഫലവത്തായ മുന്തിരി പോലെയായിരിക്കട്ടെ. നിൻ്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവു തൈകൾ പോലെയും. ഇതാ, കർത്താവിനെ ഭയപ്പെടുന്ന മാനവൻ തീർച്ചയായും ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിൻ്റെ നന്മ ആസ്വദിച്ചാലും നിൻ്റെ മക്കളുടെ മക്കളെ കണ്ടാലും ഇസ്രായേലിന് സമാധാനം.